കുളിരുന്ന പുലരികളിൽ ഉണരുന്ന ഭക്തന്റെ സിരകളിൽ ഒഴുകുന്ന വ്രതപുണ്യമാ. ഓരോ മനുഷ്യനും ദേവനായി മാറുന്ന തത്വമായി തത്വമസി അരുളുകയാ. തത്വമസി തത്വമസി തത്വമസി. സ്വാമിയേ ശരണമയ്യപ്പ. തത്വമസിയുടെ രണ്ടാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യ എപ്പിസോഡിൽ നാം വ്രതാനുഷ്ഠാനത്തെക്കുറിച്ചും വ്രതനിഷ്ഠയെക്കുറിച്ചും മനസ്സിലാക്കി. ഇന്ന് നാം വ്രതം ആർക്കുവേണ്ടി, എത്ര നാൾ, എന്തിന് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതിനുവേണ്ടി നമ്മോടൊപ്പം ബ്രഹ്മകുമാരി മീനാജി അവർ സന്നിഹിതയാണ്. സ്വാഗതം ബഹൻജി. ഓം ശാന്തി. കഴിഞ്ഞ എപ്പിസോഡിന് ശേഷം വീണ്ടും പല സംശയങ്ങളും ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. അതിനെപ്പറ്റി ഈ പ്രാവശ്യം ചോദിക്കാമെന്ന് വിചാരിക്കാണ്. അതായത് 41 ദിവസത്തെ വ്രതനിഷ്ഠ എന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഏതൊരു കർമ്മവും തുടർച്ചയായി നമ്മൾ ചെയ്യുമ്പോൾ തുടർച്ചയായ കർമ്മങ്ങള്, അതിന്റെ മുദ്രണങ്ങള് നമ്മുടെ മനസ്സിൽ പതിയിക്കും. ശരിക്കും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ മനസ്സിന്റെ 3 തലങ്ങള് അല്ലെങ്കിൽ ആന്തരിക പ്രക്രിയയുടെ 3 തലങ്ങള് നമുക്ക് വീക്ഷിക്കാൻ കഴിയും. അപ്പൊ എങ്ങനെയാണോ നമ്മുടെ ശരീരത്തില് പഞ്ചേന്ദ്രിയങ്ങള്, കർമ്മേന്ദ്രിയങ്ങള് നമ്മൾ പറയണത്, അതേപോലെ നമ്മുടെ ആന്തരികമായ 3 സൂക്ഷ്മ ഇന്ദ്രിയങ്ങളാണ് മനസ്സ്, ബുദ്ധി, സംസ്കാരം. മനസ്സർത്ഥം ചിന്തിക്കാനുള്ള നമ്മുടെ കഴിവ്, സങ്കല്പങ്ങൾ രചിക്കാനുള്ള നമ്മുടെ കഴിവ്. ബുദ്ധിയാണ് തീരുമാനം എടുക്കുന്ന ആള്, വിവേചന ശക്തി. അതേപോലെ സംസ്കാരാർത്ഥം മുദ്രണങ്ങൾ, അതായത് നമ്മളിൽ നിന്നുണ്ടാകുന്ന കർമ്മങ്ങളുടെ ആകത്തുക. അതിനെ നമ്മൾ ശീലങ്ങളെന്ന് ചിലപ്പോൾ പറയും, സ്വഭാവങ്ങളെന്ന് ചില സമയത്ത് പറയാറുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മനസ്സിൽ ഒരു കാര്യത്തിന് നമ്മൾ സങ്കല്പം എടുത്തു, സങ്കല്പം വന്നു, തോട്ട് വന്നു, എന്ത് വിചാരിച്ചോ ആ സങ്കല്പം ദൃഢാക്കുക. അതാണ് ബുദ്ധിയുടെ ജോലി. യെസ്, ചെയ്യണം. അപ്പൊ സ്വാമി തന്നെ വരണം, ഈ കാര്യങ്ങളെ കുറിച്ച് ചോദിക്കണം, അറിയണം. അപ്പൊ ആദ്യം സങ്കല്പം വന്നു, ആദ്യം പലതരത്തിലുള്ള വിചാരങ്ങൾ വരും, സംശയങ്ങൾ വന്നു. അപ്പൊ പലരോടും ചോദിച്ചിട്ടുണ്ടാകും. അപ്പൊ എനിക്ക് അറിയണം, അതിനു വേണ്ടിയിട്ട് അന്വേഷണം നമ്മൾ ആരംഭിക്കും. അപ്പൊ ആ അന്വേഷണത്തിനിടയിൽ നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ വേണ്ടി അല്ലെങ്കിൽ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തില് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ദൃഢതയാണ് ആ കർമ്മത്തിൽ നമ്മളെ മുന്നോട്ട് നയിക്കുകയും ഫലപ്രാപ്തിയിലെത്തിക്കുകയും ചെയ്യുന്നത്. അപ്പൊ ബുദ്ധിയുടെ ജോലി എന്ന് പറയുന്നത് തീരുമാനം എടുക്കാനുള്ള ശക്തിയാണ്, ദൃഢതയാണ്. അതിനനുസരിച്ച് നമ്മൾ കർമ്മം ചെയ്യും. കർമ്മങ്ങള് എല്ലാം കൂടി ചേരുമ്പോൾ, അതായത് തുടർച്ചയായ കർമ്മങ്ങള് നമുക്ക് ഒരു സംസ്കാരത്തെ നൽകും. അപ്പൊ ആ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ഈ മണ്ഡലകാലത്തിലെ 41 ദിവസത്തെ വ്രതങ്ങളില് നമ്മൾ അതിരാവിലെ ഉണരുന്നത് മുതൽ, അതിരാവിലെ ഉണരണമല്ലോ. ഇന്നത്തെ നമ്മുടെ ജീവിതശൈലി എന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാവരും വളരെ വൈകിട്ട് ഉറങ്ങുക, അതുപോലെ രാവിലെ വളരെ വൈകി എഴുന്നേൽക്കുക. അങ്ങനെ ഒരു ദുശീലത്തിലേക്ക് നമ്മൾ പോയി. സംസ്കാരം ശരിക്കും പറഞ്ഞാൽ തലകീഴായ ഒരു ജീവിത സമ്പ്രദായത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞു. അപ്പൊ മണ്ഡലകാലം ആകുമ്പോ എന്തായി, നമ്മുടെ മനസ്സിൽ സങ്കല്പം വന്നു, സ്വാമി അയ്യപ്പനായി കഴിഞ്ഞാൽ അത് രാവിലെ ഉണരണം, സങ്കല്പം വന്നു. ബുദ്ധി തീരുമാനം എടുക്കുക, യെസ് ഉണരണം, അത് രാവിലെ 3 മണിക്ക് എഴുന്നേക്കണം, അല്ലെങ്കിൽ 4 മണിക്ക് എഴുന്നേക്കണം. കാരണം കുളിച്ച് ശരണം വിളിക്കണം, അയ്യപ്പനെ കാണാൻ പോണെങ്കിൽ ഇന്നത് ചെയ്യണം, ചെയ്താലേ എനിക്ക് ഈ പ്രാപ്തി കിട്ടുള്ളൂ. കാരണം ശബരിമല ദർശനത്തിന് നമ്മൾ പോകുമ്പോ അല്ലെങ്കിൽ വ്രതങ്ങൾ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ പിന്നിൽ എന്തെങ്കിലും നമുക്കൊരു നോമ്പും ഉണ്ടാവും, ഒരു വിചാരം ഉണ്ടാവും, ഒരു കാര്യസിദ്ധി തീർച്ചയായിട്ടും ഉണ്ടാവും. ഏതെങ്കിലും ഒന്ന് കാര്യം ഒന്നുകിൽ നടന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ നടക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാകും. അപ്പൊ മനസ്സിലൊരു സങ്കല്പമുണ്ട്, ലക്ഷ്യമുണ്ട്, ഇന്നത് നേടണം. ഇപ്പൊ ഒന്നുകിൽ എനിക്ക് ജോലി കിട്ടണം, അല്ലെങ്കിൽ വിവാഹം നടക്കണം, അല്ലെങ്കിൽ വീട് വെക്കണം, അല്ലെങ്കിൽ ഇന്നത് നടക്കണം. ഏതെങ്കിലും ഒരു കാര്യസിദ്ധിയും മിക്കവാറും എല്ലാവരുടെ ഉള്ളിലും ഉണ്ടാവും. അപ്പോ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉള്ളില് സങ്കല്പം എടുക്കുകയാണ്. നമ്മള് രാവിലെ നേരത്തെ എഴുന്നേക്കണം. അപ്പൊ ബുദ്ധിയുടെ സപ്പോർട്ട് നമുക്ക് കിട്ടാണ്, യെസ് എഴുന്നേക്കണം.
രാവിലെ വളരെ വൈകി എഴുന്നേക്കുന്ന ശീലം ഉണ്ടായിരുന്ന നമുക്ക് മണ്ഡലകാലം ആകുമ്പോ എഴുന്നേക്കണം. ആ ദൃഢസങ്കല്പം രാവിലെ കർമ്മം. ഇപ്പൊ നമുക്ക് സ്വതവേ എഴുന്നേക്കുന്ന ശീലം ഇല്ലെങ്കിൽ ഒന്നേ നമ്മൾ അലാറം വെക്കും, അല്ലെങ്കിൽ ആരോടെങ്കിലും ഏൽപ്പിക്കും, അച്ഛനമ്മമാരെ എന്നെ രാവിലെ നേരത്തെ എഴുന്നേക്കണം, എനിക്ക് എഴുന്നേറ്റ് രാവിലെ ശരണം വിളിക്കണം. അപ്പൊ നമ്മുടെ ബുദ്ധിയുടെ സപ്പോർട്ട്, സങ്കല്പം, ബുദ്ധിയുടെ തീരുമാനം, കർമ്മം, നമ്മൾ രാവിലെ വിളിക്കുമ്പോഴേ ചാടി എഴുന്നേക്കാണ് സ്വാമി ശരണം എന്ന് പറഞ്ഞു. അപ്പൊ രാവിലെ ഉണർന്ന് എഴുന്നേറ്റു, ഒരു ദിവസം എഴുന്നേറ്റു, 2 ദിവസം എഴുന്നേറ്റു, 3 ദിവസമായി. അത് തുടർച്ചയായിട്ടാവുമ്പോ ഒരു മാസം കഴിയുമ്പോ തീർച്ചയായിട്ടും ഒരു 10 ദിവസമൊക്കെ കഴിയുമ്പോ തന്നെ, 10-15 ദിവസം കഴിയുമ്പോ തന്നെ നമുക്ക് ആ വ്യത്യാസം മനസ്സിലാവും, ഒരു ശീലമാവും, ശീലാകും. 10-15 ദിവസങ്ങൾക്ക് ശേഷം നമ്മളെ ആരും തട്ടി ഉണർത്തേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി 3 മണിക്ക് അല്ലെങ്കിൽ 4 മണിക്ക്, ദിവസം ഏത് സമയത്ത് എഴുന്നേറ്റിരുന്നോ, 4 മണിക്കാണെങ്കിൽ നമ്മൾ 4 മണിക്ക് ഓട്ടോമാറ്റിക്കലി കണ്ടു. ഓട്ടോമാറ്റിക്, അത് ശരിയാണ്. എങ്ങനെ ആ ഓട്ടോമാറ്റിക് പ്രക്രിയ എങ്ങനെ വന്നതാ? പെട്ടെന്ന് വന്നതല്ല, സൂക്ഷ്മ ഇന്ദ്രിയങ്ങളിൽ നടന്ന ഒരു പ്രക്രിയ. മനസ്സിലുണ്ടായ സങ്കല്പം, ബുദ്ധിയെടുത്ത തീരുമാനം ഞാൻ ആക്ഷനിലേക്ക്, കർമ്മത്തിലേക്ക് കൊണ്ടുവന്നു. ആ തുടർച്ചയായ കർമ്മങ്ങൾ നമ്മുടെ ഉള്ളില് ആത്മാവിലുണ്ടാക്കുന്ന മുദ്രണങ്ങള്. ആ മുദ്രണങ്ങൾ മേലെ മേലെ ലേയേഴ്സ്, എത്ര ലേയേഴ്സ് മേലെ മേലെ ആകണോ ആ ലേയേഴ്സ് കൂടുതൽ സ്ട്രോങ് ആയിട്ട് മാറും. അപ്പൊ അത് നമ്മുടെ ഒരു ശീലമായിട്ട് മാറാണ്. അപ്പൊ ആ ശീലം, നമ്മൾ പറയാറില്ലേ ശീലിച്ചതേ പാലിക്കൂ എന്നാ പറയാ. അപ്പൊ തുടർച്ചയായ കർമ്മങ്ങൾ നമ്മളിലുണ്ടാക്കിയ ആ ശീലം എന്ത് ചെയ്യും? നമ്മളെ കൊണ്ട് പിന്നെ കർമ്മം ചെയ്യിക്കും. അപ്പൊ ആ ശീലങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്ന കർമ്മമാണ് പിന്നെ 14 ദിവസത്തിന് ശേഷം 2 ആഴ്ച കഴിഞ്ഞ് നമ്മളെ അച്ഛനും വിളിക്കേണ്ട, അമ്മയും വിളിക്കേണ്ട, ഓട്ടോമാറ്റിക്കലി ആ സമയത്ത് നമ്മൾ എഴുന്നേക്കണം. ഇങ്ങനെയാണ് ശീലങ്ങളെല്ലാം രൂപപ്പെടുന്നത്. നല്ല ശീലങ്ങളാണെങ്കിലും മോശമായ ശീലങ്ങളാണെങ്കിലും. അപ്പൊ സാധാരണ കള്ളു കുടിക്കുന്നവരല്ലേ, പുക വലിക്കുന്നവര്, ദുശീലങ്ങൾക്ക് അടിമപ്പെടുന്നവര് പറയാറില്ലേ, ഇത് ചെയ്യാനാ എന്റെ ശീലമായിപ്പോയി. ശീലം എങ്ങനെ ഉണ്ടായി? റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തതുകൊണ്ട്. അതെ, ആവർത്തിച്ച് ചെയ്യുന്ന കർമ്മങ്ങള്, തുടർച്ചയായി ചെയ്യുന്ന കർമ്മങ്ങള് ആ ശീലം ഉണ്ടാക്കാണ്. പിന്നീട് ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ശീലം നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിച്ചോളൂ. അപ്പൊ 41 ദിവസം പൂർവികര് വളരെ ബുദ്ധിമാന്മാരായിട്ടുള്ള പൂർവികരാണ് ഈ ആചാര സംഹിതകൾ നമുക്ക് ഉണ്ടാക്കി തന്നെ. കാരണം അവർക്കറിയാം ഈ 41 ദിവസം ഇവരിത് ശീലിച്ചാൽ തീർച്ചയായിട്ടും ഇതിനെ തുടർച്ചയായിട്ട് ജീവിതത്തിൽ കൊണ്ടുപോകാൻ കഴിയും. അതിലൂടെ ഇതൊരു ജീവിതവ്രതമായിക്കൊള്ളും. യഥാർത്ഥത്തിൽ ഇത് ജീവിതമാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ 41 ദിവസം നമ്മളെ കൊണ്ട് ചെയ്യിക്കണം. പക്ഷെ ഇന്ന് നമ്മൾ നേരെ തിരിച്ചു ചെയ്യും. നമ്മൾ മനസ്സിൽ നേരത്തെ സെറ്റ് ചെയ്യും, 41 ദിവസം കഴിഞ്ഞ് മാല അഴിച്ചു വെച്ച പിന്നെ എനിക്കിതൊന്നും ചെയ്യണ്ട. അതും സങ്കല്പം എടുക്കും ആദ്യം, ജീവിതത്തിലേക്ക് പോകും. അതും സങ്കല്പമാണ്. നമ്മുടെ മാലയിട്ടാ ഇതൊക്കെ ചെയ്യണം, മാല അഴിച്ചാ ഇതൊന്നും ചെയ്യണ്ട, അത് സങ്കല്പമാണ്, നമ്മുടെ മനസ്സിലെ സങ്കല്പം. അപ്പൊ സങ്കല്പത്തിനനുസരിച്ച് ബുദ്ധി പ്രവർത്തിക്കുക, കർമ്മം ചെയ്യുക, തുടർച്ചയായിട്ടുള്ള കർമ്മം നമ്മളെ കൊണ്ട് അതാക്കി തീർക്കാണ്. പക്ഷെ 41 നാൾ എന്നതിന്റെ ഉദ്ദേശം ഇതാണ്, തീർച്ചയായിട്ടും സംസ്കാരം ഉണ്ടാക്കാൻ.